നിങ്ങൾക്ക് ഓഡിറ്റ് എന്ന് പറയുന്ന സബ്ജക്ട് ഭയങ്കര ടഫാണെന്നാണോ? ഈ ഒരു സാധനം, ഈ ഒരു ബുക്ക്, നമ്മുടെ ICAയുടെ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ എങ്ങനെയാ നിങ്ങളുടെ അവസ്ഥ? എന്നാ നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഈസി ആക്കാനായിട്ട് ഞാനൊരു പുതിയൊരു സീരീസ് പോലെ ഓഡിറ്റിന്റെ എസ്സേസ് മുതൽ എല്ലാ കാര്യങ്ങളും ഒരു ഷോർട്സും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ CA മാഷ് പേജില്, CA മാഷ് ഒഫീഷ്യൽ പേജില് റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദി കോൺസെപ്റ്റ് വിൽ ബി, നിങ്ങൾക്ക് SA 200 മുതൽ ഏറ്റവും അവസാനത്തെ എസ്സേസ് വരെ, റിപ്പോർട്ടിംഗ് എസ്സേസ് വരെയുള്ള എല്ലാ എസ്സേസിലും നിങ്ങൾക്ക് നല്ല രീതിക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന എസ്സേ എന്ന് പറയുന്നത്, ആസ് ആൻ ഓഡിറ്റർ, ഞാനൊരു പുതിയ ഓഡിറ്ററാണ്. സോ ഞാൻ എന്ന് പറയുന്ന പുതിയൊരു ഓഡിറ്റർ പോകുമ്പോൾ എനിക്ക് ഒരു നമ്പർ ഓഫ് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ എനിക്ക് ആദ്യം എന്തറിയണം, എന്താണ് എന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, എന്റെ ഒബ്ജക്റ്റീവ് എന്താണ്. സോ ആ ഒബ്ജക്റ്റീവിനെ പറ്റി പറയുന്ന ആദ്യത്തെ എസ്സേ ആണെന്ത്, SA 200, ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റ്. അതിന് നമുക്ക് എന്തായിരിക്കും പറയാം, OOIA. അതെന്തിനു വേണ്ടിയിട്ടാ? ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. SA 200 എന്ന് പറയുന്നത് എന്താ? OOIA. എന്താണ് പറയുന്നത്? ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ. ഈ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിറ്ററിൽ നമ്മളോട് പറയുന്നത് നമുക്ക് 2 R വേണമെന്നാണ്. അതിൽ ആദ്യത്തെ R എന്താ? റീസണബിൾ അഷുറൻസ് ആണ്. രണ്ടാമത്തെ R എന്താ? നമ്മളൊരു നല്ല റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ റീസണബിൾ അഷുറൻസ് എന്തിനു വേണ്ടിയിട്ടാ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് എ ഹോൾ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മളൊരു റീസണബിൾ അഷുറൻസ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ആസ് റിക്വയർഡ് ബൈ ദി SA. സോ വൺസ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് പിന്നെയും മനസ്സിലാക്കണം, ഞാനിപ്പോ എന്താ മനസ്സിലാക്കിയത്, ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കാര്യം ഞാൻ മനസ്സിലാക്കി. ബട്ട് സ്റ്റിൽ എനിക്ക് എന്തൊക്കെ ഉണ്ട്, എന്റെ സ്കോപ്പിന്റെ അകത്ത് ഞാൻ എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്റെ സ്കോപ്പിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കേസുകളിലാണ് എനിക്ക് ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ എന്റെ ലിമിറ്റേഷൻസ് എവിടെയൊക്കെയുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ നല്ല ഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി സീരീസ് ആയിട്ട് ഓരോ എസ്സേസിനോടും കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് I will be providing it in this channel. So stay tuned.